Hello friends, welcome to the channel. Now, we will one of the best camera smartphone under 60,000. Now, this is unboxing reviews. Correct screen back recently sales ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്ന സെയിൽസിന് മുമ്പ് തന്നെ ആയിരിക്കും ട്ടോ അപ്പോൾ നമ്മൾ അതിന് മുമ്പ് തന്നെ വീഡിയോ ഇടാനുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു വീഡിയോ പർപ്പസിന് ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറ എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും നിങ്ങൾക്ക് ഇതിന്റെ കൂടെ സ്മാർട്ട് ഫോൺസിന്റെ നമ്മുടെ ഇതിന്റെ കൂടെ നമുക്ക് എന്താ പറയാ 3 ഇയർ അപ്ഡേറ്റ്സും ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പനി പ്രോമിസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വൺ ഓഫ് ദി ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ് നമ്മൾ എടുത്തു പറയാത്തത് നമ്മൾ എന്തായാലും അതിന്റെ ഡീറ്റെയിൽസിലേക്ക് അല്ലെങ്കിൽ പോകുമ്പോൾ ഞാൻ ബോക്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ അതിനു മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട ഇൻസ്റ്റാഗ്രാമിന്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ചാനലിലെ പേജ് നമ്മൾ ആമസോൺ തുടങ്ങിയാണ് ചെക്ക് കൊടുത്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ പിന്നെ എന്തായാലും സംശയങ്ങളിലേക്ക് എന്നെ കമന്റ് ചെയ്യാൻ നമ്മൾ എല്ലാ കമന്റ് റിപ്ലൈ കൊടുക്കുന്നതാണ് ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട അല്ലാതെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോണാണ് ഇത് നമ്മുടെ വിവോന്റെ X80 Pro എന്ന മോഡലാണ് നിങ്ങൾക്ക് ഇതിന്റെ പുതിയ മോഡലായിട്ടുള്ള X90 Pro നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അതിന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 85 rupees കൊടുക്കണം ശരിക്കും അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ X80 Proന്റെ ഒരു നെക്സ്റ്റ് അപ്ഗ്രേഡഡ് വെർഷൻ X90 Pro എന്ന് പറയാൻ പറ്റില്ല കേട്ടോ എന്താ വെച്ചാൽ അപ്ഗ്രേഡ് എന്ന് പറയാൻ പറ്റില്ല ജസ്റ്റ് ഒരു അപ്ഡേറ്റ്സ് എന്ന് വേണമെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ അത് അപ്ഗ്രേഡ് അല്ല എന്ന് വെച്ചാൽ ഇതിന്റെ ക്യാമറയാണ് നമ്മുടെ X90 Proന്റെ ക്യാമറ കുറച്ചും കൂടി സുപ്പീരിയർ വരുന്നത് കേട്ടോ ഇപ്പോൾ ലെൻസിന്റെ കാര്യം നോക്കിയാൽ തന്നെ അതൊക്കെയാണ് നമുക്ക് സുപ്പീരിയർ വരുന്നത് പിന്നെ X90 Pro Plus എന്നൊരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഇവിടെ ഒന്നും ഇറങ്ങിയിട്ടില്ല അതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അത് നമുക്ക് ചൈനയിൽ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ ഇവിടെ ഒന്നും ഇറങ്ങിയിട്ടില്ല അപ്പോൾ X90 Proനെ ഇതിന്റെ കറക്റ്റ് അപ്ഡേറ്റ് എന്ന് പറയാൻ പറ്റില്ല നമുക്കൊന്ന് ഒരു ഇപ്പോൾ നമ്മുടെ ക്യാമറ ഒന്ന് ആംഗിൾ മാറ്റട്ടെ അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ഒരു 60ന്റെ താഴെ നമുക്ക് കിട്ടുന്നുണ്ട് 59 58 ആ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതിന്റെ ബോക്സും കാണാം Zeiss ആണ് അവരുടെ പാർട്ട്നേഴ്സ് ആയിട്ട് വരുന്നത് അതിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് അതിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് 12GB 250GB മോഡലാണിത് കോസ്മിക് ബ്ലാക്ക് ആണ് അതുപോലെ തന്നെ ഇതിൽ MRP കൊടുത്തേക്കുന്നത് നമുക്ക് എവിടെയായിരുന്നു MRP എവിടെ ഉണ്ടായിരുന്നല്ലോ 86,999 ആണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ സാധനം കിട്ടിയത് ഇതെൻ്റെ ആക്ച്വലി എൻ്റെ ബ്രദർ വാങ്ങിച്ചാണ് അപ്പോൾ അതിന് കിട്ടിയത് 58 ആ റേഞ്ചിനാണ് നമുക്ക് പ്രൈസിങ് കിട്ടിയത് കേട്ടോ അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഫോണൊക്കെ ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ചെന്നല്ലോ ഇതൊരു സ്ലിം ബോക്സാണ് നമുക്കിതിൽ ചാർജസും സംഭവങ്ങളൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ അതൊരു കാണുന്നില്ല ഇതിൽ നമുക്ക് എന്താ പറയുക Type-C ആയിട്ടുള്ള ഇയർഫോൺ അടക്കമുണ്ട് അതാണ് വ്യത്യാസം വരുന്നത് അപ്പോൾ വിവോയുടെ ബ്രാൻഡിങ് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൽ ആക്ച്വലി കേസും വരുന്നുണ്ട് ഇത് കേസാണ് കണ്ടോ അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ ഫോൺ ഉണ്ടായിരുന്നു ഇവിടെ നമുക്ക് അതിൻ്റെ കവറിങ് കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ബോക്സിലായിരുന്നു നമുക്ക് അഡാപ്റ്ററും സംഭവങ്ങളൊക്കെ വരുന്നത് അഡാപ്റ്റർ വരുന്നുണ്ട് പിന്നെ എന്താ പറയുക Type-C ഇയർഫോൺ വരുന്നുണ്ട് അതോടെ ഇപ്പോൾ ഈ Type-C ഇയർഫോൺ അത് ഞാൻ എടുക്കട്ടെ കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ബുക്ക്ലെറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു കേസ് നമ്മൾ ഓൾറെഡി ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ബുക്ക്ലെറ്റ്സും സംഭവങ്ങളൊക്കെ ഇതിൽ ഓൾറെഡി വെച്ചിട്ടുണ്ടോ സാർ വാല്യൂ ആ സംഭവങ്ങളൊക്കെ അതിൻ്റെ ബുക്ക് കണ്ടു നമ്മൾ ആരും നോക്കാറില്ലാത്ത സാധനമാണ് അത് ഞാൻ അതേപോലെ തന്നെ ഇവിടെ എടുത്ത് മാറ്റി വയ്ക്കുകയാണ് ഇതിൻ്റെ അഡാപ്റ്റർ ഞാൻ കാണിച്ചു തരാം അഡാപ്റ്റർ വരുന്നത് ഇതാണ് നമ്മുടെ അഡാപ്റ്റർ 80 വാട്ടിൻ്റെ അഡാപ്റ്ററാണ് വരുന്നത് വിവോൻ്റെ അഡാപ്റ്റർ തന്നെയാണ് സൂപ്പർ വോക്ക് എന്നാണ് ചാർജ് അല്ല ഫ്ലാഷ് ചാർജ് അതിൻ്റെ പേര് വരുന്നുണ്ടോ അപ്പോൾ ഇതാണ് അത്യാവശ്യം ചെറിയൊരു വെയിറ്റ് ഉണ്ട് പക്ഷേ ലെങ്ത്ത് ഭയങ്കര കുറവാണ് അതാണ് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് പിന്നെ നമുക്ക് ഫോണിലേക്ക് വരാം അപ്പോൾ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ആണ് കണ്ടോ ഇതേ സെയിം ഡിസ്പ്ലേനെ നമ്മുടെ X90 Proയിൽ വന്നേക്കുന്നത് സാംസങ്ങിൻ്റെ തന്നെ AMOLED ഡിസ്പ്ലേനെ വന്നേക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് പഞ്ചോൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കി കഴിഞ്ഞാൽ ക്യാമറയിലും ഉണ്ട് നമുക്ക് മെയിൻ 2 ക്യാമറാസ് ഉണ്ട് പിന്നെ വേറൊരു ക്യാമറാസ് ഉണ്ട് ഇവിടെ നമുക്കിവിടെ എന്താ പറയുക ഓട്ടോ ഫോക്കസ് സെൻസർ ഉണ്ട് Zeissന്റെ ബ്രാൻഡിങ് വരുന്നുണ്ട് ഇവിടെ നമുക്കൊരു സെൻസറും വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിവിടെ ഇതിട്ടുണ്ട് വിവോയുടെ ZS കോ എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലാഷിൻ്റെ അവിടെ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ Zeissന്റെ വാരിയോസ് ടെസ്സാർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മോഡൽ നെയിമും അതുപോലെ അതിൻ്റെ സെൻസറിൻ്റെ റേറ്റിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ആക്ച്വലി ഇതിൻ്റെ കൂടെ കിട്ടിയ കവറാണ് കണ്ടോ ഒരു ചെറിയൊരു ലെതർ പോലത്തെ ഒരു കവറാണ് നല്ല ക്വാളിറ്റി കവറാണ് പക്ഷേ പ്രൊട്ടക്ഷൻ തരുന്ന കവറാണെന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ സ്ക്രാച്ചിനും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് പറയാം കേട്ടോ പിന്നെ ഇത് നമുക്ക് നമ്മളിത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു കൊല്ലം മുമ്പത്തെ കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ ഇവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പാണ് ഇതിൽ
ഇത് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇത് കണ്ടു. ഇത് വിവോൻ്റെ ഫ്ലാഗ്ഷിപ്പാണ്, പക്ഷെ പറയുമ്പോൾ നിറച്ച് ബ്ലോട്ട് വയേഴ്സിൻ്റെ പൂരാണ് കണ്ടു. ബ്ലോക്ക് ബാസ്റ്റ് എന്തൊക്കെ ഗെയിംസും നിറച്ച് അവരുടെ ഓരോ കുതിര ബൈജൂസ് ആപ്പ് ഇതൊക്കെ എടുത്തിട്ടൊക്കെയാണ് അവർ. ഇതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. എന്തായാലും കൊണ്ട് ക്യാൻഡി ക്രഷ് ഇതൊക്കെയാണ് അവരുടെ സ്ഥിരം പരിപാടി. ഇത് വിവോൻ്റെ റിയൽമി ഇതൊക്കെ കണക്ക് തന്നെയാണ്. വിവോ IQQ ഇതൊക്കെ കണക്ക് തന്നെയാണ് കേട്ടോ. ഫ്ലിപ്കാർട്ട് അതൊക്കെ അതിൽ പ്രീ ഇൻസ്റ്റാൾഡായിട്ട് വരുന്നുണ്ട്. ജോഷ് എല്ലാ കുതിര സാധനം ഇതിലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മോജ് ഉണ്ടല്ലേ, എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. എന്നാലും 250 GB ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകും. അത് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെറ്റിംഗ്സ് പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാം. ഇതാ ഇങ്ങനെയാണ് സെറ്റിങ്സ് വരുന്നത് കേട്ടോ. അപ്പോൾ നെറ്റ്വർക്ക് സൈൻ നമ്മുടെ വിവോ അക്കൗണ്ടിലേക്ക് സൈൻ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നെറ്റ്വർക്ക് 5G സിമ്മാണ്, 5G ഫോണാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. ബ്ലൂടൂത്തിൽ നമുക്ക് NFC സംഭവങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഫ്ലാഗ്ഷിപ്പാണ്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ സെൻസേഴ്സ് അവൈലബിൾ ആണ്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. അതുപോലെ തന്നെ സിസ്റ്റം അപ്ഡേറ്റ് നമുക്ക് ലേറ്റസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഓൾറെഡി ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 6 GB സാധനം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബാറ്ററി അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ. ഫാസ്റ്റ് ചാർജിങ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ കർവ്ഡ് ഡിസ്പ്ലേ ആണ്. റാം നോക്കുകയാണെങ്കിൽ നമുക്ക് 12 GB റാമാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ 6 GB വരെ നമുക്ക് എക്സ്ട്രാ നമ്മുടെ മെമ്മറി കോഡ് എടുത്ത് അപ്ഗ്രേഡും ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൽ ഓൾറെഡി നമ്മുടെ 256 GB 28 GB യൂസ്ഡ് ആണെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്യൂരിറ്റി ആയിട്ട് അവരുടെ പാസ്വേഡ് ഫിംഗർ പ്രിൻറ്റ്, അതായത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. നമ്മുടെ നോർമലാണ് വരുന്നത് കേട്ടോ, അൾട്രാസോണിക് ഒന്നല്ല. പിന്നെ നമുക്ക് സെപ്പറേറ്റ് പറയാം അൾട്രാ ഗെയിമിംഗ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ സിസ്റ്റത്തിൻ്റെ കാര്യം പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അബൌട്ട് ഫോൺ നോക്കി കഴിഞ്ഞാൽ ഫൺ ടച്ച് OS ആണ്. വിവോയുടെ X80 Pro എന്ന് പേര് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ എക്സ്ട്രാ V1 ചിപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ക്യാമറാസിൻ്റെയും സംഭവത്തിൻ്റെയൊക്കെ പെർഫോമൻസ് കൂട്ടാനുള്ള സംഭവമാണത്. അപ്പോൾ സ്നാപ്ഡ്രാഗൺ 8 Gen 1 ഒക്ടാ കോർ 3 GHz പ്രൊസറാന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 12 GB റാമും അതുപോലെ തന്നെ 8 GB VRAM വരുന്നുണ്ട്. Android 13 ആണ് വന്നത് കണ്ടു. പിന്നെ നമുക്ക് 250 GB ഫോൺ സ്റ്റോറേജും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ക്യാമറാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്യാമറാസ് നമ്മൾ 2 ദിവസം ഉപയോഗിച്ച് നോക്കിയിട്ടാണ്. ക്യാമറാസിനെ കുറിച്ച് ഒരു ടോപ്പ് നോച്ച് ക്യാമറ എന്ന് തന്നെ പറയാം. നമ്മൾ കുറച്ച് അതിലെടുത്തൊരു ഫോട്ടോ ഉണ്ട്, എന്ത് ക്വാളിറ്റി ആണ്. പ്രത്യേകിച്ച് ഇത് ശരിക്കും ആക്ച്വലി മെയിൻലി കൊടുത്തേക്കുന്നത് നമ്മുടെ വീഡിയോസ് എടുക്കാനൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ട്. നോക്ക് ഈ ഫോട്ടോൻ്റെ ഒക്കെ ക്വാളിറ്റി നോക്കുക, കിടിലൻ ക്വാളിറ്റി ആണ് സാധനത്തിന് വരുന്നത്. ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ്. 58 രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ അത് വെറുത്തിൻ്റെ വെറുത്തെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കേട്ടോ. ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഗാലറിയിലേക്ക് പോകാം. ഇതിലാകെ എനിക്ക് ഇഷ്ടപ്പെടാത്തത് നമ്മുടെ ഇവരുടെ വിവോൻ്റെ ഈ ലോഞ്ചറും പണ്ട് ചോയ്സും സംഭവങ്ങളൊക്കെ മാത്രമാണ്. ബാക്കിയൊക്കെ കിടിലാണ് കേട്ടോ. അത് വേറെ ഫോട്ടോ കണ്ടു, ഫോട്ടോൻ്റെ ക്വാളിറ്റി ഒരു രക്ഷയിൽ കണ്ടു. ഇത് നമ്മൾ ഓൾമോസ്റ്റ് 6 മണി ആ റേഞ്ചിൽ എടുത്തതാണ്. 6 മണി 5 മണി ആ റേഞ്ചിൽ എടുത്തേക്കുന്നതാണ്. പിന്നെ നമുക്കൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പെറ്റ് ഡോഗിൻ്റെ കണ്ടോ. ഇത് നമ്മുടെ ഇതിൻ്റെ ക്വാളിറ്റി കണ്ട രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ് കേട്ടോ സാധനത്തിന്. ഞാനത് ഫുൾ സ്ക്രീനായിട്ട് കാണിച്ചു തരാം. നമ്മളിത് ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് കണ്ടു ഇതിൻ്റെ ക്വാളിറ്റി വരുന്നത് കണ്ടു. നമുക്കിതിൽ സൂമായിട്ടും സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്കിതിൽ സൂം സെൻസിങ്, അതായത് ടെലിസ്കോപ്പിക് ലെൻസ് വേറെ സെപ്പറേറ്റ് ഉണ്ട്, പെരിസ്കോപ്പിക് ലെൻസ് വേറെ ഉണ്ട്. ക്യാമറ ഒരു രക്ഷയില്ല കേട്ടോ. X90 Pro ആയിട്ടും നല്ല പെർഫോമൻസ് തരുന്ന ക്യാമറയാണത്. അത് ഒരു കൺഫ്യൂഷനും ഇല്ല. ഒരു ഡൗൺ ഒരു കോൺ എന്നൊക്കെ പറയാനുള്ളതുണ്ട്. ഇതിൻ്റെ ഫോക്കസിങ് ഒക്കെ ഫാസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഓട്ടോ ഫോക്കസ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിൻ്റെ സാധനം ഉണ്ടാവും. വീഡിയോ ക്യാമറയ്ക്ക് ഒരു രക്ഷയില്ല. ഇതൊക്കെ ഉണ്ടോ, കിടിലൻ സാധനം. അപ്പോൾ 56 രൂപയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ക്യാമറ ഫോൺ എന്ന് തന്നെ പറയാം നമ്മൾ. അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ എടുക്കാൻ തന്നെ കാരണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഓഫറും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇതിന് റേറ്റ് കുറഞ്ഞു ഭയങ്കരമായിട്ട്. അപ്പോൾ ഇത്രയും ദിവസം ഇതിന് ഓൾമോസ്റ്റ് 76-78 രൂപയും തന്നെയായിരുന്നു നമുക്കിതിൽ കാണിക്കേണ്ടിയിരുന്നത്. പക്ഷെ ഇപ്പോൾ പെട്ടെന്നൊരു 58-56 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു ക്യാമറ ഫോൺ നോക്കേണ്ട ആകെയുള്ള ഡൗൺ പീരീഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പോലത്തെ സംഭവം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ തന്നെ കാരണം നമ്മൾ ഇതിൻ്റെ റിവ്യൂ കാര്യമായിട്ട് വന്നതൊന്നുമല്ല. എന്ന് വെച്ചാൽ നമുക്കറിയാം ഇത് ഒരു 1 year ഓൾഡ് ഡിവൈസാണ്, 1 generation പഴയ ഡിവൈസാണ്. പക്ഷേ ഈ സാധനം ഇപ്പോഴും ഭയങ്കര വെറുത്താണ് കേട്ടോ ക്യാമറ കാര്യത്തിൽ, പ്രത്യേകിച്ച് ക്യാമറ കാര്യത്തിൽ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും ഇപ്പോൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം.